മോളെ മഞ്ജുമോളെ, അമ്മായി എത്ര കാലായി നിന്നെ കണ്ടിട്ട്. അമ്മായി ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാറുണ്ടല്ലോ, അപ്പൊ ഒന്നും മോളുണ്ടാവില്ല. മോള് ആയുർവേദം പഠിക്കാനായിട്ട് ഹോസ്റ്റലിൽ നിൽക്കല്ലായിരുന്നോ. അപ്പൊ അമ്മായി കഴിഞ്ഞ ആഴ്ച നമ്മുടെ വടക്കയിൽ പോയി. അപ്പൊ വടക്കയില് സുമതി പറഞ്ഞു മോള് ആയുർവേദമൊക്കെ പഠിച്ചിട്ട് വന്നിട്ടുണ്ടെന്നേ. അപ്പൊ ഒരു കൊച്ചു ഡോക്ടറിനെ കാണാൻ അമ്മായിക്ക് ഭയങ്കര കൊതി. അതാ അമ്മായി സമയമില്ലെങ്കിൽ കൂടി ഇന്ന് വന്നതേ. വിലാസിനി, ഓ എന്താ മോളെ ഇത്, ഭയങ്കരമായിട്ട് ചടച്ചു പോയില്ലോ. ഒന്നും കഴിക്കണില്ലേ നീയേ? മോളെ മഞ്ജു, നിന്റെ ആയുർവേദത്തിൽ വല്ല കഷായ അരിഷ്ട ഒക്കെ ഉണ്ടാവില്ലേ? ഒക്കെ ഒന്ന് അമ്മയ്ക്ക് വാങ്ങി കൊടുത്തൂടെ നിനക്ക്? എന്തായിരിക്കുന്നു അതിന്റെ കോലം? അല്ല അമ്മായിയെ, നിങ്ങളെന്നാ വടക്കേ വീട്ടിൽ പോയത്? കഴിഞ്ഞ ആഴ്ച ഞാനൊന്ന് പോയതാണേ. കുറേ കാലമായല്ലോ, ഞാൻ എങ്ങോട്ടും പോവാറില്ല, വീട്ടിനകത്ത് തന്നെയാണ്. അപ്പോൾ സുമതിയുടെ മരോളും മറ്റു കൊച്ചുണ്ടല്ലോ അവിടെ, അതിനെ ഒന്ന് കാണണം, ആ കൊച്ചിനെ ഒന്ന് കൊഞ്ചിക്കണം. അതിന് വേണ്ടി അമ്മായി ഒന്ന് പോയതായിരുന്നേ. പോവണ്ടായിരുന്നു എന്ന് തോന്നി അവിടെ പോയപ്പോൾ. ചേറി ചെന്നപ്പോൾ തന്നെ ആ ഒരു ചെറിയ കുട്ടീനെ കുളിപ്പിച്ചിട്ടില്ല, നനപ്പിച്ചിട്ടില്ല, ഇങ്ങനെ നാറി പുളിച്ച് കെടുത്തിരിക്കുക അവരെ. പിന്നെണ്ടല്ലോ അതിനൊന്നും തിന്നാൻ കൊടുക്കണില്ല തോന്നി, ഇങ്ങനെ മെലിഞ്ഞു കൂട്ടിയിട്ടാണ് കുട്ടിയിരിക്കുന്നത്. പിന്നെ സുമതിയുടെ മരോളം നാക്കും ഇത്ര ഉണ്ട് നാക്ക്. അമ്മായി എന്തോ ഒരു കുശലം ചോദിച്ചതിന് എൻ്റെ തലയത്തെ രോമം ഇങ്ങനെ പറിച്ചെടുത്തോളൂ. ഇനി അമ്മായി ജന്മണ്ടെങ്കിൽ ഓളുടെ വീടിനെ പട്ടി ചവിട്ടില്ല. അറിയില്ല മോളെ, ആ സുമതിയും ശ്രീകുമാറൊക്കെ എങ്ങനെയാണ് ആ പെണ്ണിനെ വെച്ചോണ്ടിരിക്കണേ. എൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഞാനുണ്ടല്ലോ ഇങ്ങനെ പുറംകാലോടെ ഇങ്ങനെ ചവിട്ടി പുറത്താക്കിന പെണ്ണിനെ. എങ്ങനെയാണ് ആവോട്ടാ, അതൊക്കെ വീട്. മോളെ മഞ്ജു, നീ ഇപ്പൊ ഏത് ആസ്പത്രിയിലാണ് ജോലിക്ക് പോണത്? അതെ, ഞാനിപ്പോഴേ ഹൗസ് സർജൻ ആണ് കേട്ടോ. അതെന്താ മോളെ, 5-6 വർഷം നീ ഇത്രയ്ക്കും കാശൊക്കെ ചെലവാക്കി പഠിച്ചിട്ട് നീ ഹൗസിൽ തന്നെ സർജനായിട്ട് നിൽക്കാനാണോ പരിപാടി? നിന്റെ അച്ഛനോടൊരു വാക്ക് പറഞ്ഞാൽ പോലെ, നിനക്ക് അച്ഛൻ ഏത് ആശുപത്രിയിൽ വേണമെങ്കിൽ നിന്നെ കയറ്റി തരും. അതെ, ഹൗസിൽ നിൽക്കലല്ലാട്ടാ, ഹോസ്പിറ്റലിലെ ട്രെയിനിങ് ആണ്. ആണോ? അമ്മായിക്ക് അറിയാട്ടാ, അമ്മായി വെറുതെ എടുത്ത് തമാശക്ക് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞോളൂ. അതെ, അമ്മായി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ, കാണിച്ചു തരാട്ടാ അമ്മായി. മോളെ ഇതൊക്കെ കുറച്ച് മോളി ആയുർവേദം പഠിച്ചതല്ലേ, അപ്പം അമ്മായി ഇത് വഴിയിൽ നിന്ന് കിട്ടിയതാട്ടാ. കുറച്ച് ചെടികളുണ്ട് കേട്ടാ. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്താ ചെടിയെന്ന് അറിയോ മോൾക്ക്? മോളൊന്ന് നോക്കിക്കോ. ഇതൊക്കെ അമ്മായിക്ക് എവിടുന്നാ കിട്ടിയേ? മോളെ ഇതൊക്കെ നമ്മുടെ കോർപ്പറേഷന്റെ അഴുക്ക് വെള്ളം പോണ ചാലില്ലേ, ബസ് സ്റ്റാൻഡില്, അതിന്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നിരുന്നതാ. ഞാനിതൊക്കെ കണ്ടപ്പോഴേ മോളേനെ ഓർത്തത്. മോൾക്കാവുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് അറിയാലോ. അല്ല മോളെ, ഈ ചെടിക്ക് നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് എണ്ണ കാച്ചി തേച്ചാലേ മുടിയൊക്കെ ഇങ്ങനെ പനങ്കൊല പോലെ വളരും മോളെ. മുടി വളരില്ല, പക്ഷെ അമ്മായിയുടെ കയ്യിൽ ചൊറി വരും. ആണല്ലേ? പോട്ടെ. എണ്ണയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, മോളെ നിന്റെ മുടിയൊക്കെ പോയല്ലോ, കോഴിവാല് പോലെ കിടക്കുന്ന. തലയിൽ അച്ഛന് തീരെ എണ്ണമയൂല്ല. നിനക്ക് വല്ല എണ്ണയൊക്കെ കാച്ചി തേച്ചൂടെ, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങി തേച്ചൂടെ? അമ്മായിക്കുണ്ടല്ലോ നിന്റെ ഈ പ്രായത്തില് പൂറ്റി വരെ മുടിയുണ്ടായിരുന്നു. എൻ്റെ പെൺമക്കൾക്കൊക്കെ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. എനിക്ക് ഒരു സ്പെഷ്യൽ എണ്ണ കാച്ചിനറിയാം. അമ്മായി ഒരു ദിവസം ഉണ്ടല്ലോ അടുക്കളയിൽ ഈ എണ്ണ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നു കേട്ടോ. അപ്പൊ അമ്മായിയുടെ മൂത്ത മോള് വന്നു. ഫോണൊക്കെ ഉണ്ട് അവളുടെ, ഫോണൊക്കെ. അപ്പൊ അവളിങ്ങനെ ഫോട്ടോ വിളിച്ചുവിട്ടു അതിന്റെ. എനിക്കിപ്പോൾ എന്താണെന്ന് അറിയില്ല, ഞാനിങ്ങനെ ആ ശരി ഇനി എടുത്തോ എന്ന രീതിയിൽ ഇങ്ങനെ നിന്നു. അവളത് കൊണ്ടിട്ട് യൂട്യൂബിലിട്ടു. അപ്പം അമ്മായി ആരായി, ഇങ്ങനെ വലിയ സെലിബ്രിറ്റി ആയില്ലേ. അപ്പോൾ കുറേ പേര് ചോദിച്ചു, അമ്മായി ഇതിൻ്റെ ഒരു ബോട്ടിൽ അമ്മായി ഞങ്ങൾക്കും കൂടി തരുമോ? അപ്പോൾ അമ്മായി പറഞ്ഞു എല്ലാവർക്കും അമ്മായി അയച്ചിടാം. എന്നിട്ട് അമ്മായി പനങ്കുല മുടിയെണ്ണ എന്ന് പറഞ്ഞിട്ട് അമ്മായി ഇപ്പം എല്ലാവർക്കും വിറ്റോണ്ടിരിക്കുക. ഒരു ദിവസം കൊണ്ടിട്ടല്ലോ എത്ര ബോട്ടിൽ അമ്മായി പനങ്കുല മുടി എണ്ണയാണെന്നറിയോ മോളെ വിറ്റ് പോണത്. ഇങ്ങനെ എണ്ണ ഇളക്കി അമ്മായിയുടെ കൈയിൻ്റെ കൈപ്ലായി ഒടിഞ്ഞു തുടങ്ങി. അല്ല മോളെ, നിന്റെ പഠിത്തമൊക്കെ ഇപ്പൊ കഴിഞ്ഞില്ലേ, അപ്പൊ ഒരു കല്യാണമൊക്കെ കഴിക്കാട്ടോ. അമ്മായിയുടെ നാട്ടിലെ കുറേ ചെക്കന്മാരുണ്ട്, ഞാൻ അവിടെയൊക്കെ പറഞ്ഞേക്കട്ടെ? അല്ലെങ്കിൽ നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് ആ ജാതിവാൽ മാട്രിമോണിയിൽ ഏതെങ്കിലും ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ, കുറേ ചെക്കന്മാരെ കിട്ടൂലോ. അല്ലെങ്കിൽ അമ്മായി തപ്പിയെടുത്തു കൊണ്ടുവരാം. എത്ര ചെക്കനെ വേണം? അമ്മായി നാട്ടിൽ എത്ര പെൺകുട്ടികളുടെ കല്യാണം നടത്തിയിട്ടുണ്ടെന്നറിയൂ? ഹൗസ് ഏജൻസി കൂടി കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിക്കുന്നുള്ളൂ. മോളെ നീ ഇപ്പം ഈ കല്യാണം വേണ്ടെന്ന് പറയുന്നതേ, നീ ആ കോളേജിൽ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചെക്കനെ കണ്ടുവച്ചിട്ടുണ്ടാവും.
അമ്മായി എത്ര പെൺപിള്ളേരെ കണ്ടതാ മോളെ. നമ്മുടെ കൂട്ടർ തന്നെയല്ലേ നീ പാവം പിടിച്ച വിലാസിനെയും ആ പാവം പിടിച്ച നിന്റെ അച്ഛനെയും വിഷമിപ്പിക്കല്ലേ എൻ്റെ പൊന്നു മോളെ. ഇപ്പം ഞാൻ ആരെയും കണ്ടുവച്ചിട്ടില്ല. ഇനി കണ്ടുവച്ചാൽ ഞാൻ എൻ്റെ വീട്ടുകാരോട് അത് പറയും. നിന്റെ വാട്ടപ്പില്ലേ, വാട്ടപ്പ്, അതിൽ നീ കുറേ സ്റ്റാറ്റസ് ഒക്കെ ഇടാറില്ലേ, ഇങ്ങനെ ഫോട്ടങ്ങൾ അതെൻ്റെ മോളെ എനിക്ക് കാട്ടി തരാറുണ്ട് ഇട്ട. നിനക്ക് ഒരു ചെക്കനായിട്ട് ഒരു പ്രേമം പോലും ഇല്ലെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ ചെക്കന്മാരായിട്ട് ഇങ്ങനെ പോസ് ചെയ്യും പിന്നെ ഇങ്ങനെ പോസ് ചെയ്യും, അങ്ങനത്തെ ഫോട്ടോ ഒക്കെ നീ എന്തിനാ വാട്ടപ്പിലിടുന്നത്? എൻ്റെ വാട്സപ്പ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അതെ അമ്മ പറഞ്ഞേട്ടാ, അതങ്ങനെ ഇട്ട് കളഞ്ഞ ആ അമ്മായി ഉണ്ടല്ലോ. ഇപ്പം എന്താണെന്നറിയോ പ്രധാനമായിട്ട് വന്നത്? അമ്മായിക്ക് തീരെ വയ്യാട്ടോ കുറച്ച് കാലമായിട്ട്. ഇങ്ങനെ ഒരു വേദന വന്നിട്ട് ഇങ്ങനെ ഒരു വേദന ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും ഒരു വേദന ഈ കൈയിൻ്റെ അവിടേക്ക്. ഇങ്ങനെ പൊക്കാൻ വയ്യ, കൈ പൊക്കാൻ വയ്യ, അങ്ങനെ ഒരു വേദന വരും കേട്ടോ. കുറേ മരുന്ന് കഴിച്ചിട്ടോ തീരെ മാറുന്നില്ലേ. അല്ല, അമ്മായിയുടെ മരുമകള് ഡോക്ടറല്ലേ ശാലിനി, അങ്ങോട്ട് ചോദിച്ചാൽ പോരെ? ഒരു ഡാക്ടർ അവളുണ്ടല്ലോ 5-6 കൊല്ലം കൊണ്ടേ കണ്ട ആയുർവേദ ആശുപത്രിയിലൊക്കെ പോയി പഠിച്ചില്ലേ. അത് അമ്മായി 2 മാസം കൊണ്ട് യൂട്യൂബ് നോക്കി പഠിച്ചത്, അറിയോ? എങ്ങനെ? അമ്മായിണ്ടല്ലോ നമ്മുടെ യൂട്യൂബ്, അതിൽ സനോജ് മോൺസൺ ഡോക്ടറുടെയും സജേഷ് കുമാർ ഡോക്ടറുടെ ഒക്കെ പടങ്ങൾ വരുമല്ലോ, അതൊക്കെ കേട്ടിട്ട് പഠിച്ചതാണ്. ഞാൻ ഈ അടുക്കളയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ദോശ ചുടുമ്പോൾ നമ്മുടെ സനോജ് മോൺസൺ ഡോക്ടറുടെ പട തുറന്നു വെക്കും. ഇങ്ങനെ കണ്ണടച്ച് നിന്നിട്ട് അങ്ങനെ എന്താ പറയണ വെച്ചെങ്കിൽ അപ്പം തന്നെ കേട്ടിട്ട് ഇങ്ങനെ മനപ്പാടാക്കും. എന്നിട്ട് അടുത്തത് ചട്നി അരയ്ക്കുമ്പോൾ നമ്മുടെ സജേഷ് കുമാർ ഡോക്ടർ, ആ ഡോക്ടറുടെ പടം തുറന്നു വെക്കും. അപ്പം തന്നെ കേട്ടിട്ട് അപ്പം തന്നെ അമ്മായി അത് പിടിക്കും. ഡോക്ടർക്ക് അത്യാവശ്യം പേഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. എന്ത് രോഗികള്? ഒരു രോഗികളും ഇല്ല. ഇപ്പം അമ്മായിനെ കാണാൻ എത്ര രോഗികളാണെന്നറിയോ വീട്ടിൽ വരുന്നത്. ഞാൻ എന്താ പറയുക ചെയ്യുക, രാവിലെ എണീറ്റ് കുളിച്ചിട്ട് നമ്മൾ വേസ്റ്റൊക്കെ ചുറ്റിയിട്ട് ഒരു പൊട്ടൊക്കെ വെച്ചിട്ട് ആ ഗേറ്റിൻ്റെ മുന്നിൽ പോയി നിൽക്കും. അപ്പം ഇങ്ങനെ കുറേ രോഗികൾ വരുന്നുണ്ടാവേ അവളെ കാണാനേ. അപ്പം ഞാൻ പറയും, മക്കളെ നിങ്ങൾക്ക് ജീവനിൽ കൊതിയില്ലേ മക്കളെ, ഞാനും ഒരു ഡോക്ടറാണ്, ഇങ്ങനെ ഒരു ലുക്കില്ലാന്നേലൂ, ഭയങ്കര ബുദ്ധിയാണ്. അപ്പോൾ നിങ്ങൾ ജീവൻ വേണമെങ്കിൽ എൻ്റെ കൂടെ പോന്നോ, അടുക്കള പുറത്തേക്ക് വന്നാൽ മതി, കാശൊന്നും തരണ്ടെന്ന് പറയും കേട്ടോ. അപ്പോഴല്ലേ അവർക്ക് മനസ്സിലാവുക, കാരണം ഒന്നും അറിയാതെ വരുന്നവരാണേ, ഓളെ കുറിച്ചിട്ട് ഒന്നും അറിയാതെ വരുന്നവരാണേ. അപ്പോൾ അവരെൻ്റെ കൂടെ വരും. അപ്പം ഞാൻ എനിക്കറിയാവുന്ന പോലെ മരുന്ന് അങ്ങോട്ട് എഴുതി കൊടുക്കും കേട്ടോ. പക്ഷെ ഉണ്ടല്ലോ ഭയങ്കര വ്യത്യാസമാണേ. പിന്നെ വരുമ്പോൾ അവർ പറയും, അമ്മായേ നിങ്ങൾക്ക് എന്ത് തന്നാലും മതിയാവില്ലാട്ടാ, ഞാൻ വേണമെങ്കിൽ എൻ്റെ സ്വത്തിൻ്റെ പാതി എഴുതി തരാം, അങ്ങനെ പറയും. ഒക്കെ മാറിയിട്ടേ. അല്ല, നിങ്ങൾ എന്ത് മരുന്നാ കൊടുക്കണം? അതൊക്കെ എളുപ്പല്ലേ മോളെ, നീ വേണമെങ്കിൽ ശ്രദ്ധിച്ച് കേട്ട് പഠിച്ചോട്ടാ. അമ്മായി എന്താ പറയണെന്നേ, ഇപ്പൊ ഒരു രോഗി മുട്ടുവേദനയായിട്ട് വന്നു എന്ന് വെക്കുക, നീ എന്ത് മരുന്ന് എഴുതും? ഞാൻ എന്താണെന്ന് എഴുതുക, പൊത്തോ വെർബ് നമ്മുടെ കങ്കജവല്ലൂരിയുടെ പിന്നെ അടുത്തൊരു രോഗി ചുമയിട്ട് വന്നു വെച്ചെങ്കിൽ നീ എന്ത് മരുന്ന് എഴുതുക? ഞാൻ എന്താണെന്ന് എഴുതുക, തേയിലാതിലേക്ക് നമ്മുടെ കണ്ടത്തിൽ കുളം കുത്തിയവരുടെ. പിന്നെ ഉണ്ടല്ലോ ഒരു രോഗി ശ്വാസമുട്ടായി വന്നാലോ, ഞാൻ എന്താ എഴുതുക, ഡെത്തീസില്ലേ നമ്മുടെ കങ്കജവല്ലൂരിയുടെ തന്നെ. പിന്നെ ഒരു രോഗി ഇങ്ങനെ പ്രസവിച്ചിട്ട് പ്രസവരക്ഷയ്ക്ക് വന്നു വയ്ക്കുക, ഒന്നും നോക്കണ്ട, കവുങ്ങി പൂക്കിലാതെ എഴുതുക, നമ്മുടെ കണ്ടത്തിൽ കുളം കുത്തിയവരുടെ. നിങ്ങളെ ഇപ്പം ചെയ്യുന്നതാണ് വ്യാജവൈദ്യം കേട്ടാ. ഞാനിത് സംഘടനയിൽ വിളിച്ചറിയിക്കട്ടെ, കുറച്ചു കാലം ജയിലിൽ പോയി കിടക്കാം. പൊന്നു മോളെ, ചതിക്കല്ലേ മോളെ, അമ്മായിക്ക് കുടുംബം പ്രാരാബ്ദമൊക്കെ ഉള്ളതാണേ. അമ്മായിക്ക് വയ്യായി വയസ്സാം കാലത്ത് ജയിലിൽ പോയിട്ട് ചിക്കനും ചപ്പാത്തി മീനൊക്കെ കഴിച്ചിട്ട് തിന്ന് തടി വെക്കാനേ. അമ്മായിക്ക് ഒരു സ്ലിം ഡ്യൂട്ടിയായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവല്ലേ, ചതിക്കല്ലേ മോളെ. ഈ ഒരൊറ്റ തവണ മാത്രം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല, ഓക്കെ? മോളാണേ സത്യം, അമ്മായി ഒരു രോഗികൾക്ക് പോലും മരുന്ന് കൊടുക്കില്ലാട്ടാ. തങ്കമണിയെ, നീ ചായ കുടിച്ചിട്ട് ഇറങ്ങി വേണ്ട, അമ്മായിക്ക് മാനം മാത്രം മതിട്ടാ. എന്നാലും ഞാൻ പോവാട്ടാ, അടുത്ത ആഴ്ച വരാട്ടാ. അവിടെ നിന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പറഞ്ഞിട്ട് പോയിക്കോളൂ കേട്ടാ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് കേൾക്കുവോ? പറഞ്ഞു നോക്ക്, എന്തായാലും കേൾക്കും. പറഞ്ഞു നോക്കാട്ടാ. അത് മക്കളെ, ഓള് ഭയങ്കര പാവാട്ടാ. ഓൾക്ക് ആയുർവേദം പഠിച്ച് വന്നിട്ടല്ലേ ഉള്ളൂ, ഇങ്ങനെ ഹൗസിൽ സർജനായിട്ട് നിൽക്കല്ലേ. അപ്പോൾ ഓൾഡ് ചാനലൊന്നേ, എന്താ മോള് പറയണ്ടേ?
സബ്സ്ക്രൈബ് ചെയ്യാൻ. സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് അതല്ലേ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക. പിന്നെ പിന്നെന്താ മോളെ പറയേണ്ടത്? ലൈക്ക് ഒന്ന് ചെയ്യുക. പിന്നെന്താ മോളെ പറയേണ്ടത്? കമൻറ്റ്. കമൻറ്റ് അതല്ലേ കമൻറ്റ് ഒന്ന് ചെയ്യാട്ടാ. ഒന്ന് ചെയ്ത് കൊടുത്തേക്ക്. അമ്മായിനെ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു സംഘടനയിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ജയിലിലാക്കില്ലേ, ഞാൻ പാവല്ലേ. അതെ അമ്മായി പോവാട്ടാ. ഇവിടെ നിന്നാൽ ശരിയാവില്ല. ടാറ്റാ ബൈ ബൈ.